സ്പേസസും ഫർണിച്ചറും ഒന്നും മാത്രമല്ല, ലാൻഡ്സ്കേപ്പിലെ ചെടികൾ പോലും ഡിസൈൻ ചെയ്ത ശേഷം മാത്രം പിടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഫർണിച്ചർ ആയാലും ഫർണിഷിങ്സ് ആയാലും ഇനി ലാൻഡ്സ്കേപ്പിലെ ചെടികളായാൽ പോലും അതിൽ പ്രതിഫലിക്കട്ടെ നിങ്ങളുടെ വ്യക്തിത്വം. വീടിൻ്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുന്നു. സ്വാഗതം. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ ചമ്രവട്ടത്തുള്ള ഇബ്രാഹിം ഖലീലിൻ്റെയും സുനീറയുടെയും ഖലീജ് വില്ല, എറണാകുളം ബേസ്ഡ് ഹാച്ച് വൈറ്റ് ഇന്റീരിയേഴ്സിലെ ഹാനി ആരിഫും സുഹൈറും ചേർന്ന് രൂപകൽപ്പന ചെയ്ത ഈ വീട് കാണാം ഇന്ന്. $50 സെൻറ്റോളം വരുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു പ്ലോട്ടിലാണ് 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് നിൽക്കുന്നത്. ഇപ്പോൾ പ്ലോട്ടിൻ്റെ പുറകു ഭാഗത്തേക്ക് ഇറക്കിയാണ് വീട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫ്രണ്ടേജിൽ എത്തിച്ചിട്ടുണ്ട്. ആ ഒരു എൻറ്റയർ സ്പേസ് എന്ന് പറയുന്നത് വലിയൊരു ലോണായിട്ട് കൺവേർട്ട് ചെയ്തെടുത്തിരിക്കും. അപ്പോൾ ശരിക്കും ഒരു പാർട്ടി ലോണാണ്. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്താനൊക്കെ ഉതകുന്ന രീതിയിൽ അത്ര വലിയൊരു സ്പേസ് തന്നെയാണ്. ലോൺ ഒഴികെയുള്ള ബാക്കി സ്പേസ് മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ പാകി ഭംഗിയാക്കിയിരിക്കുകയാണ്. ശരിക്കും മണ്ണ് കാണുന്നതേ ഇല്ല. അപ്പോൾ മെയിൻ ഗേറ്റ് തുറന്ന് ഈ ഒരു ഡ്രൈവേ വഴി നേരെ കാർ പോർച്ചിലേക്ക് എത്തുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പക്ഷേ എലിവേഷൻ്റെ ഒരു പ്രധാന വ്യൂ ഉള്ള ഈ വശത്തല്ല മെയിൻ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതെന്ന് പറയുന്നത് ഒരു സെക്കൻഡറി എൻട്രൻസ് മാത്രമാണ്. കാർ പോർച്ചിൻ്റെ പുറകിലായിട്ടാണ്. വാസ്തുപ്രകാരം വീട് ഈസ്റ്റ് ഫേസിംഗ് ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് കാർ പോർച്ചിൻ്റെ പുറകു ഭാഗത്ത് കാണുന്ന ആ ഏരിയയിൽ നിന്നാണ് വീടിൻ്റെ പ്രധാന എൻട്രൻസ് വരുന്നത്. വുഡ് വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ വരുന്ന ഈ ഒരു എലിവേഷൻ തന്നെയാണ് ശരിക്കും ഈ വീടിൻ്റെ മുഖം എന്ന് പറയുന്നത്. വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഇതിലെ സ്ലാബ്സും കാര്യങ്ങളും ഒക്കെ ഒരു കാൻഡിലീവർ ടെക്നോളജിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് എലിവേഷനിലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാർ പോർച്ചിൻ്റെ പിറകിലായിട്ടാണ് വീടിൻ്റെ മെയിൻ എൻട്രൻസ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സിറ്റ് ഔട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ഒരുപാട് അങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. 2 വുഡൻ ചെയർസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കുറച്ച് വീതി കൂടിയതാണ്. അതായത് ഇരുന്നൊന്ന് പത്രം വായിക്കുമ്പോൾ ഒന്ന് കാപ്പി കുടിക്കാനോ അത് സൈഡിൽ വെക്കാനോ ഒക്കെ പറ്റുന്ന രീതിയിൽ നല്ല വീതിയുള്ള കസേരയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗേറ്റ് ഈ ഭാഗത്തല്ലല്ലോ. അപ്പോൾ വെറും ഒരു കോമ്പൗണ്ട് വാളിനെ ഫേസ് ചെയ്തിരിക്കുന്നതിന് പകരം ഇവിടെ ഇരിക്കുന്നവർക്ക് നല്ലൊരു വ്യൂ അല്ലെങ്കിൽ ഒരു ഫീൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രീറ്റഡ് ആയിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഇഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വാൾ ഏരിയയാണ് ഈ ഭാഗത്തേത്. അതുപോലെ ഈ 3 പില്ലേഴ്സും ഈ ഒരു സിറ്റ് ഔട്ടിന് ഒരു ആംബിയൻസ് കൊടുക്കുന്ന ഒരു എലിമെൻ്റാണ്. ഗ്ലാസ് മൊസൈക്ക് യൂസ് ചെയ്തിട്ടാണ്, ടൈൽസ് യൂസ് ചെയ്തിട്ടാണ് ഇതിൽ ക്ലാഡിങ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു മെയിൻ ഡോറിൻ്റെ ഭാഗം ആ ഒരു സ്പേസ് ശരിക്കും ഡബിൾ ഹൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല വോളിയം ഫീൽ ചെയ്യുന്നുണ്ട്. ഗ്രാനൈറ്റും വുഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡോർ സ്ട്രക്ചർ. വീടിൻ്റെ ഡിസൈനെ കുറിച്ച് ഞങ്ങൾ മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടിരുന്നത് വളരെ സിമ്പിൾ എക്സ്റ്റീരിയർ ആവണം, മോഡേൺ കൺസെപ്റ്റായി വരണം. ഞങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്തിട്ടുള്ളത് കാൻലിവർ സ്ട്രക്ചർ, വുഡൻ ഔട്ട്ലൈൻ വെച്ചിട്ട് വുഡൻ ഔട്ട്ലൈൻ വൈറ്റ് കോമ്പിനേഷനാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ ആവശ്യപ്പെട്ടിരുന്നത് റൂമെല്ലാം സ്പേസസ് ഫീൽ ചെയ്യണം, ഹാള് സ്പേസ് ഫീൽ ചെയ്യണം. പക്ഷെ ഞങ്ങൾക്കുള്ളൊരു പ്രോബ്ലം ഇതിൽ റെക്റ്റാങ്കിൾ പ്ലോട്ടാണ്. ഇതിൽ ആ പ്ലോട്ട് പരമാവധി യൂട്ടിലൈസ് ചെയ്യാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കോമ്പൗണ്ട് വാളും ലാൻഡ്സ്കേപ്പിങ്ങും ഹാർഡ്സ്കേപ്പിങ്ങും എക്സ്റ്റീരിയറും എല്ലാം ഒരു പാറ്റേൺ ആയിട്ടാണ് ഞങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ളത്. ഈവൻ ഗേറ്റ് വരെ. ഇരുപാളികളുള്ള നല്ല ബ്രാസ് ഹാൻഡിൽസ് ഒക്കെ പിടിപ്പിച്ച ഡോറാണ്. പ്രധാന വാതിൽ തുറന്ന് കയറി വരുമ്പോൾ ഒരു ചെറിയ ഫോയർ സ്പേസിൽ നിന്ന് വലതു ഭാഗത്തേക്കായിട്ടാണ് ഈ ഒരു ഫോമൽ ലിവിങ് സ്പേസ്. പക്ഷേ കാഴ്ചയിൽ തന്നെ ഒരു ഫാമിലി ലിവിങ് ഏരിയയുടെ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിൽ രൂപകൽപ്പന ചെയ്തെടുത്ത ഒരു ഫോമൽ ലിവിങ് ഏരിയയാണിത്. ഒരു TV യൂണിറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നു. സ്റ്റോണിൻ്റെയും വുഡിൻ്റെയും കോമ്പിനേഷൻ. ഇത് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റ് ആണ്.
അതും തടിയും യൂസ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് TV യൂണിറ്റിൻ്റെ ആ ഒരു വാളിൽ ഭംഗിയായി ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഷാൻലിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്ലോൺ ഗ്ലാസ് യൂസ് ചെയ്ത് ഇറ്റലിയിലെ മ്യുറാനോ എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്തെടുത്ത ഒരു പ്രത്യേകതരം ഷാൻലിയറാണിത്. അതുപോലെ ഈ വാളിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു മിറേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫിക്സ്ചർ ആണെങ്കിലും മുഴുവനായി നോക്കുമ്പോൾ ഒരു ഫ്യൂഷൻ ഇൻറ്റീരിയേഴ്സ് ആണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. റസ്റ്റിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്, മോഡേൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്, ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഫ്യൂഷൻ. പ്രധാന വാതിൽ തുറന്ന് കയറി വരുമ്പോൾ ഉള്ള ഈ ഒരു ഫോയർ സ്പേസിൻ്റെ ഈ ഒരു വാളിൽ ആർട്ടൊക്കെ കൊടുത്തിട്ട് മെറ്റൽ യൂസ് ചെയ്തിട്ടുള്ള ആർട്ട് പീസസ് ഒക്കെ കൊടുത്ത് ഭംഗിയായി ചെയ്തിരിക്കുന്നു. അതുപോലെ ഇവിടുത്തെ ഫ്ലോറിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും നമുക്ക് ദൃശ്യമാവുന്നത് ഇങ്ങോട്ടെത്തുമ്പോഴാണ്. ഫോമൽ ലിവിംഗ് ഏരിയയിൽ കാർപ്പറ്റൊക്കെ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഫ്ലോർ അത്ര ദൃശ്യമായിരുന്നില്ല. ഇവിടേക്ക് വരുമ്പോഴാണ് നോർവേയിൽ നിന്ന് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ആൻറ്റിക് ലാബറേറ്റർ എന്ന പേരുള്ള ഒരു വളരെ പ്രത്യേകതയുള്ള ഗ്രാനൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ കറുത്ത നിറത്തിലുള്ള ഗ്രാനൈറ്റും അതുപോലെ ബ്രാസും യൂസ് ചെയ്ത് ഇൻലേസും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോയറിലെ ആ ഒരു സ്പേസിൽ മാത്രം. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും വീടിൻ്റെ സെൻട്രൽ സ്പേസസിലൊക്കെ ഈ ഒരു ഫ്ലോറിൻ്റെ ആ ഒരു പ്രൗഢി നമുക്ക് തെളിഞ്ഞ് കാണുന്നുണ്ട്. ഫോയറിൽ നിന്ന് നമ്മൾ എത്തുന്നത് ഡബിൾ ഹൈറ്റ് ഉള്ള ഒരു കൂറ്റൻ ഹാളിലേക്കാണ്. എൻ്റർ ആകുന്ന സ്ഥലത്ത് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും രാജകൊട്ടാരങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഒരു നല്ല ഷാൻലിയർ പീസ് കൊടുത്തിരിക്കുന്നു. അതുപോലെ സ്കൈലൈറ്റ് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ ഗ്ലാസ് വർക്ക്, ക്രിസ്റ്റൽ വർക്ക് ചെയ്ത ഗ്ലാസും കൊടുത്തിരിക്കുകയാണ്. അവിടെ നിന്ന് വലത് ഭാഗത്തേക്കായിട്ടാണ്, അല്ലെങ്കിൽ ഈ ഹാളിൻ്റെ ഒരു ഏകദേശം പകുതി സ്പേസ് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത്. കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഒരു 8 സീറ്റർ ഡൈനിങ് അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. തടിയും ഗ്ലാസും ആ ഒരു മെറ്റീരിയൽ കോമ്പിനേഷനിൽ ചെയ്തെടുത്തിരിക്കുന്നു. ശരിക്കും ഇത്രയും വലിയ ഒരു സ്പേസ്, അതും ഡബിൾ ഹൈറ്റിലാവുമ്പോൾ ഡിസൈനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ രൂപകൽപ്പനയ്ക്കുള്ള ഒരു സാധ്യത നൽകുന്ന ഒരു ക്യാൻവാസ് ശരിക്കും ഈ വീട്ടിലെ ഈ ഒരു സ്പേസാണ്. ഇതാ ഈ വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു ക്യൂരിയോ അറേഞ്ച്മെൻറ്റിന് കൊടുത്തിട്ടുള്ള ഈ ഒരു ഷെൽഫ്, ഇത് മാബിൾ യൂസ് ചെയ്തിട്ടാണ്, ഇമ്പോർട്ടഡ് മാബിൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിന് മുകളിലുള്ളൊരു മെറ്റൽ സ്ട്രക്ചർ, അതുപോലെ ഇവിടെ ജനാലകൾക്ക് മുകളിലായിട്ട് സ്ലേറ്റ് സ്റ്റോൺ ക്ലാഡിംഗ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ വർക്ക്. അങ്ങനെ ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്പേസാണ് ഡിസൈനേഴ്സിന് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അത് ഏറ്റവും ഭംഗിയായി തന്നെ ചെയ്തിരിക്കുന്നു. ഡൈനിങ്ങിനോട് ചേർന്ന് എന്നാൽ ഒരു കട്ടൗട്ട് സ്പേസ് ആയിട്ട് തന്നെയാണ് വാഷ് കൗണ്ടർ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ മുമ്പേ കണ്ട ആ ഒരു മാബിൾ തന്നെയാണ് ഇവിടെ കൗണ്ടറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗ്ലാസ് മൊസൈക്ക് ടൈലൊക്കെ വെച്ച് ശരിക്കും ഒരു എക്സ്ക്ലൂസീവ് മിറർ പീസൊക്കെ കൊടുത്ത് ഭംഗിയായി തന്നെ ചെയ്തിരിക്കുന്നു. ഇതൊരു പൗഡർ റൂമാണ്. ഈ ഒരു സ്പേസിൽ നിന്ന് തന്നെയാണ് പ്രാർത്ഥനാ മുറിയുടെയും എൻട്രി. ഇവിടുത്തെ വാതിലുകളൊക്കെ ശ്രദ്ധിച്ചാൽ യൂണിഫോം ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് എല്ലാ ഡോസിനും പിന്തുടർന്നിരിക്കുന്നത്. ഒരു ബെഡ്റൂം ആണെന്ന് തോന്നുന്നു. ഈ വീട് ഒരു യുണീക്ക് വീടാണെന്നാണ് ക്ലയൻറ്റിൻ്റെ താല്പര്യമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിന് സെലക്ട് ചെയ്ത ഓരോ മെറ്റീരിയൽസും ഓരോ എലമെൻറ്റ്സും യൂണീക്കായിരുന്നു. ഈ വീടിൻ്റെ ആംബിയൻസ് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കളേഴ്സും അതേപോലെ ലൈറ്റിംഗ് ടോണും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ മാക്സിമം വേസ്റ്റേജ് ഏരിയ ഒഴിവാക്കിയിട്ടുണ്ട് സ്പേസ് പ്ലാനിങ്ങിൽ. അതുകൊണ്ട് ലിവിങ് കംഫർട്ടും നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വീട്ടിന് ചെയ്തിരിക്കുന്ന ഡിസൈൻ തീം എക്ലക്റ്റിക് ഡിസൈൻ തീമാണ്. അതായത് നാച്ചുറൽ വുഡും നാച്ചുറൽ സ്റ്റോണും ഒരു മോഡേൺ ഔട്ട്ലൈനിൽ ക്ലബ് ചെയ്തിട്ട് ഫ്യൂഷൻ ചെയ്തിട്ടാണ് ഇതിന് ഡിസൈൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു അറബിക് സംസ്കാരത്തിൻ്റെ ആ ഒരു ഇൻസ്പിറേഷനിൽ ചെയ്തെടുത്ത മാസ്റ്റർ ബെഡ്റൂമാണിത്. കോട്ടിൻ്റെ ഹെഡ് സൈഡിൽ വെച്ചിട്ടുള്ള ഈ 2 ഫ്രെയിംസ് ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള അറബിക് ഓർണമെൻറ്റ്സ് ആണ്. അതുപോലെ ഈ വശത്ത് വന്നിട്ടുള്ള ഈ ഒരു വാൾ ആർട്ട് ഇതൊക്കെ ആ ഒരു സംസ്കാരത്തിൽ നിന്ന് എടുത്ത കാര്യങ്ങളാണ്. അതുപോലെ മെറ്റാലിക് ഫിനിഷസിനാണ് ഒരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ കുഷൻസിലേക്ക് നോക്കിയാലും അതുപോലെ ആക്സസറീസിലേക്ക് നോക്കിയാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റാലിക് ഷെയ്ഡ്സ് വന്നിരിക്കുന്നു.
പിന്നെ നമ്മളെ വീടിൻ്റെ ജനറലി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വുഡിൻ്റെയും ആ ഒരു സ്റ്റോണിൻ്റെയും കോമ്പിനേഷൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് പലതരത്തിലാണ് പല സ്പേസസിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കോട്ടിൻ്റെ ഹെഡ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രാനൈറ്റിൻ്റെ പീസസ് യൂസ് ചെയ്തിട്ടാണ് കോട്ടിൻ്റെ ഹെഡ് സൈഡ് എംബലിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത്. കട്ടിലിൽ കിടന്നുകൊണ്ട് ടി വി കാണാവുന്ന രീതിയിൽ ഫേസിംഗ് വാളിൽ തന്നെ ടി വി ഘടിപ്പിച്ചിരിക്കുന്നു. ഈ ടി വി പിടിപ്പിച്ചിരിക്കുന്നതിൻ്റെ പുറകിലത്തെ സ്പേസ് പോലും ഒരു സേഫ് ലോക്കറായിട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ സ്പേസിൻ്റെ ബെസ്റ്റ് യൂട്ടിലൈസേഷനാണ്. ലോഫ്റ്റ് വരെ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു. ഫുൾ തേക്കൻ തടിയിലാണ് ഇതെല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഒരു സെപ്പറേറ്റ് വാർഡ്രോബ് റൂമും ഉണ്ട്. നിറയെ ഗ്രൂവ് വർക്ക് ചെയ്തെടുത്ത അങ്ങ് ടോപ്പ് വരെയുള്ള വാർഡ്രോബാണ്. ഡ്രസ്സിങ് ഏരിയയാണ്. അതുകൂടാതെ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമും ഉണ്ട്. ഇനി നമുക്ക് അടുക്കള കാണാം. നമ്മൾ ഒരുപാട് വീടുകളിൽ കാണാറുണ്ട് ഒരു ഷോ കിച്ചണും അതുപോലെ കുക്കിംഗ് നടക്കുന്ന ഒരു വേറൊരു അടുക്കളയും കാണാറുണ്ട്. എന്നാൽ ഇവിടെ ഇതിനെ ശരിക്കും അടുക്കള എന്ന് വിളിക്കാൻ പോലും തോന്നാത്ത അത്ര രീതിയിൽ അതിമനോഹരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ സ്പേസായി ഇത് ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നു. ശരിക്കും ഈ ഹുഡും ഹോബും ഇവിടെ ഇല്ലെങ്കിൽ ഇത് അടുക്കളയാണെന്ന് തോന്നില്ല. ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് പാൻട്രി, അതിമനോഹരമായിട്ട് ഗ്ലാസസ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. അതിൽ ഓരോന്നിനും സ്പോട്ട് ലൈറ്റ് കൊടുത്ത് അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. കൂടാതെ വേറെയുമുണ്ട് ക്രോക്കറി ഷെൽഫ്. അതുകൂടാതെ വളരെ ഹാൻഡി ആയിട്ട് ഇവിടെ ഒരു സിങ്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മറ്റൊരു വർക്കിംഗ് കിച്ചണും ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അടുക്കളയുടെ ഡോറിൻ്റെ ഫേസിങ് സൈഡിലായിട്ട് തന്നെ ഒരു ബെഡ്റൂമാണ്, ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ്. ശരിക്കും സ്റ്റെയർ കേസിൻ്റെ ആ ഒരു താഴത്തെ ഭാഗത്തു നിന്ന് ഒരു എക്സിറ്റ് ഡോർ ഉണ്ട്. സ്റ്റെയർ കേസിൻ്റെ ആ സ്പേസിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നത് ഈ ഒരു പാഷ്യോയിലേക്കാണ്. നമ്മുടെ ലോണിലേക്കൊക്കെയുള്ള ആ ഒരു നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. ശരിക്കും ഗേറ്റ് തുറന്ന് കയറി വരുമ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് ആദ്യം ദൃശ്യമാകുന്ന ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ശരിക്കും ഇതാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് ഒക്കെയാണ് കൊടുത്തിരുന്നതല്ലേ. കുട്ടികൾക്കൊക്കെ ഇരുന്ന് വൈകിട്ട് സമയം സ്പെൻഡ് ചെയ്യാനും കളിക്കാനും ലോണിലേക്ക് ഒന്ന് ഇറങ്ങി ഓടാനും ഒക്കെ പറ്റിയൊരു സ്ഥലം. ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്ന ആ ഹാളിൻ്റെ മറ്റേ എൻഡിലായിട്ടാണ് സ്റ്റെയർ കേസിൻ്റെ ഒരു ബിഗിനിങ് പോർഷൻ വന്നിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ്. നമ്മുടെ ഒരു നോർമൽ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ശൈലിയല്ല ഇവിടെ പിന്തുടർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലാൻഡിങ് ഏരിയ വന്നിട്ടില്ല. എന്നാൽ സൈഡുകളിലായിട്ട് ഒരു ക്യൂരിയോസും ലാംപ്സും ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 2 സ്പേസസ് കണ്ടെത്തിയിട്ടുമുണ്ട്. അവിടെയൊക്കെ ക്ലാഡിംഗ് സ്റ്റോൺ കൊടുത്ത് മനോഹരമായി ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നു. തടിയും സ്റ്റീലും മിക്സ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയൊക്കെ ഗ്ലാസ് പീസസിൻ്റെ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് കയറി നമ്മൾ മുകളിൽ എത്തുന്ന ആ ഒരു പൊസിഷനിൽ നമുക്ക് താഴേക്കുള്ള ഒരു മനോഹരമായിട്ടുള്ള വ്യൂ, അതിന് പറ്റിയ ഒരു സ്ഥലമാണ് ലാൻഡിംഗ് ഉള്ളത്. നാച്ചുറൽ ലൈറ്റിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എക്സ്റ്റീരിയർ ലൈറ്റിങ് നല്ല കോമ്പൗണ്ട് വാളാണെങ്കിൽ വീടിൻ്റെ എക്സ്റ്റീരിയറിനാണെങ്കിലും നന്നായി ലൈറ്റിങ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അത് കോമ്പൗണ്ട് വാളിലും ലാൻഡ്സ്കേപ്പിങ്ങിലും എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ ഡൈനിങ് ഹാളിൽ ഡോം ചെയ്തിട്ടുണ്ട്. അത് പരമാവധി വീടിൻ്റെ ഇൻസൈഡിൽ നാച്ചുറൽ ലൈറ്റിന് വേണ്ടിയിട്ടാണത് ചെയ്തിട്ടുള്ളത്.
പിന്നെ വെന്റിലേഷൻ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലുള്ള ആദ്യത്തെ ഒരു ബെഡ്റൂമാണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇവിടുത്തെ സ്പേസ് വന്നിരിക്കുന്നത്. 2 ചുവരുകൾക്കുള്ളിലായിട്ടാണ് കോട്ട് സ്പേസ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല പ്രൈവസി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണത്. മൾട്ടിപ്പിൾ ലെവലുകളായിട്ടുള്ള സ്റ്റോറേജ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിങ് ഏരിയയിൽ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം ഉണ്ട്. സ്റ്റെയർ കേസ് കയറി വരുമ്പോഴുള്ള ഒരു ബെഡ്റൂമിന് ശേഷം നമ്മളെത്തുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. അവിടെയാണ് അപ്പർ ഫാമിലി ലിവിങ് ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിരിക്കുന്നു. അവിടെ ഇരുന്ന് കാണാവുന്ന രീതിയിൽ TV യൂണിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലേറ്റ് സ്റ്റോൺ ക്ലാഡിംഗ് ഒക്കെ കൊടുത്ത ആ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുമുണ്ട്. അതുപോലെ ഈ ഒരു സ്പേസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ താഴെ കണ്ടു ഡൈനിങ് ഏരിയ ഡബിൾ ഹൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ആ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസിലേക്ക് നല്ല വ്യൂ ലഭിക്കുന്നുണ്ട്. അതിനുവേണ്ടി തന്നെ ഇവിടെ ഒരു ഗ്ലാസ് വാളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഡെക്ക് ഫീൽ ലഭിക്കുന്നത് പോലെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീടിൻ്റെ സെൻട്രൽ സ്പേസസ് എല്ലാം നമുക്ക് ദൃശ്യമാകുന്നു. വുഡും സ്റ്റീലും യൂസ് ചെയ്തിട്ടുള്ള നല്ല ഒരു ഡിസൈനിലാണ് ഈ ഒരു ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂം കൂടിയുണ്ട്. ടോട്ടൽ ഇൻറ്റീരിയർ ഈസി മെയിൻറ്റെയിൻ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഒരുപാട് കൊത്തുപണിയില്ല, ഒരുപാട് ലൈൻസ് ഇല്ല, ഒരുപാട് കോവ്സ് ഇല്ല. അങ്ങനത്തെ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ക്ലയൻറ്റ് NRI ആണ്. അപ്പോൾ ഈസിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി ഒരു ലൈറ്റർ കളർ സ്കീമുള്ള ഒരു ബെഡ്റൂമാണ്. ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം. കോട്ടിൻ്റെ ഫേസിങ് സൈഡിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതിവിടുത്തെ തീമായ വുഡ്, അതായത് തേക്കിൻ തടി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡിസൈൻ ഇവിടെ. ഇതൊരു സ്റ്റഡി ടേബിളാണ്. അതുപോലെ ഇത് ക്യൂരിയോസ് വെക്കണമെങ്കിൽ വെക്കാം, അതല്ല ഇരിക്കാൻ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന രീതിയിലൊരു മൾട്ടി പർപ്പസ് അറേഞ്ച്മെൻറ്റ്. അറ്റാച്ച്ഡ് ആയിട്ട് വാർഡ്രോബ് സ്പേസും അതുപോലെ ബാത്റൂമും ഒക്കെ ഉണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും വീടിനെക്കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങളും കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആദ്യമായി ഞാൻ ഡിസൈൻ എടുത്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളായിരിക്കണം വീട്, പിന്നെ കണ്ടംപററി, ഒരു സംതിങ് ഡിഫറെൻറ്റ്, യുണീക്ക് ഡിസൈൻ, മറ്റുള്ള ആൾക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു നമ്മളുടെ റിക്വയർമെൻറ്റിന് അനുസരിച്ചിട്ടുള്ളൊരു വീട്. ഡിസൈൻസ് വളരെ സിമ്പിളാവണം, ഒരു കൊത്തുപണി അങ്ങനെയുള്ളതൊന്നും പാടില്ല. അതുപോലെ റൂമെല്ലാം ഡിഫറെൻറ്റ് തീമായിരിക്കണം. ഒരേ തീമിൽ ഓരോ റൂമിൽ പോകുമ്പോഴും നമുക്ക് വ്യത്യസ്ത ഫീൽ വരണം. അതെല്ലാം
അവർ നമ്മൾ ആഗ്രഹിച്ചതിനെ കൂടുതൽ അവർ ചെയ്തു തന്നിട്ടുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി വൈസ് സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യാൻ ഞാൻ പ്രത്യേകമായിട്ട് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ പുറത്തുനിന്ന് പല സ്ഥലങ്ങളിലുമായിട്ട് ഞങ്ങൾ കളക്ട് ചെയ്താണ്. അതിനുവേണ്ടി എൻ്റെ ഡിസൈനർ എൻ്റെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട് എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെ സന്തോഷം തരുന്നതാണ്. കാറ്റും വെളിച്ചമൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. എപ്പോഴും നല്ല പ്ലസൻറ്റ് മൂഡാണ്. കോമൺ ഏരിയാസ് എല്ലാം ഓപ്പൺ ആണ്. ബെഡ്റൂംസ് എല്ലാം പ്ലാൻ ചെയ്തിട്ട് വളരെ പ്രൈവസി ആയിട്ടാണ്. കുട്ടികൾക്ക് കളിക്കുന്ന സ്ഥലമായാലും വൈഫിന് കിച്ചണായാലും എല്ലാം വളരെ കംഫർട്ടബിളാണ്. വളരെ മോഡേൺ ആയ ഒരു എലിവേഷനുള്ള ഈ വീടിനെ യുണീക്ക് ആക്കുന്നത് കാൻഡിലിവേർഡ് സ്ട്രക്ചേഴ്സിന് പ്രാധാന്യം നൽകിയുള്ള രൂപകൽപ്പനയാണ്. ഇനി അകത്തളങ്ങളിലേക്ക് വന്നാൽ മോഡേൺ ആയിട്ടുള്ള ഫീച്ചേഴ്സും അതുപോലെ റസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും സംയോജിപ്പിച്ച് ഒരു ഫ്യൂഷൻ ശൈലിയിൽ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നു. അതിന് ഡിസൈനേഴ്സിനെ സഹായിച്ചത് നാച്ചുറൽ സ്റ്റോണിൻ്റെയും നാച്ചുറൽ വുഡിൻ്റെയും ഉപയോഗമാണ്. ഖലീജ് വില്ലയുടെ കാഴ്ചകൾക്കൊപ്പം വീടിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, വീട് മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. ഇമെയിൽ ID veed@mmtv.in. ഞങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ് manoramanews.com. വീടിൻ്റെ മുൻ അധ്യായങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ കാണാം. ചാനൽ അഡ്രസ് youtube.com/manorama news. വീണ്ടും അടുത്ത ആഴ്ച പുതിയൊരു വീടുമായി കാണാം. നമസ്കാരം.